നമസ്കാരം. കേരളത്തിൽ കൃത്യം 100 വർഷം മുമ്പ് 1925 ഒരു പവൻ സ്വർണത്തിന്റെ വില 13 രൂപ 75 പൈസയായിരുന്നു. ഈ കഴിഞ്ഞ വാരം അത് 75,040 രൂപയായി. എന്താണ് ഈ വില നൽകുന്ന സന്ദേശം? കല്യാണത്തിന് സ്വർണമിടുന്നത് കുറ്റകരമാക്കി നിയമം കൊണ്ടുവരണം എന്നാകണം ആ സന്ദേശം. സ്ത്രീധനം നിരോധിച്ചതുകൊണ്ട് കാര്യമില്ലെന്നാണ് അനുഭവങ്ങൾ കാണിക്കുന്നത്. സ്വർണമണിയുന്നത് തന്നെ നിരോധിക്കണം. ഇന്നും ഇടത്തരം കുടുംബങ്ങളെയും ദരിദ്ര കുടുംബങ്ങളെയും കഷ്ടത്തിലാക്കുന്നത് കല്യാണത്തിനുള്ള സ്വർണമെടുപ്പാണ്. ആജീവനാന്തം രക്ഷപ്പെടാത്ത കടക്കെണിയിലേക്കാണ് കുടുംബങ്ങൾ ചെന്നു വീഴുന്നത്. 10 പവനെങ്കിലും അണിയിക്കാതെ മണ്ഡപത്തിൽ എത്തിക്കാനാവില്ല എന്നാണ് നാട്ടുനടപ്പ്. ആ 10 പവൻ ഉണ്ടാകണമെങ്കിൽ ഇന്ന് 8.25 ലക്ഷം രൂപ മുടക്കണം. ലൈഫ് പദ്ധതിയിൽ കിട്ടിയ വീട്ടിൽ കഴിയുന്നവർക്ക് 8.25 ലക്ഷം പോയിട്ട് 82,000 രൂപ തന്നെ ബാലികേറാമലയാണ്. പൊന്നുരുപ്പടി വിളക്കിയെടുക്കാനാകാതെ കല്യാണം മുടങ്ങി നിൽക്കുന്ന ലക്ഷം യുവതികളെങ്കിലും ഇന്നാട്ടിലുണ്ട്. സാമൂഹിക ക്ഷേമ വകുപ്പ് ധൈര്യമുണ്ടെങ്കിൽ ഒരു സർവേ നടത്തി നോക്കണം. കെട്ടുമുടങ്ങി നിൽക്കുന്ന എത്ര കുടുംബങ്ങളുണ്ടെന്ന് അപ്പോൾ വെളിപ്പെടും. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. ധൈര്യമുണ്ടോ സർക്കാരെ സ്വർണ്ണാഭരണം നിരോധിക്കാൻ? ഓൾ ദ ഗ്ലിറ്റേഴ്സ് ഇസ് നോട്ട് ഗോൾഡ്, അഥവാ മിന്നുന്നതെല്ലാം പൊന്നല്ല. ഷേക്സ്പിയർ മെർച്ചന്റ് ഓഫ് വെനീസിൽ എഴുതിയ ഈ വാചകം എല്ലാവർക്കും സുപരിചിതമാണ്. ആ വരിക്ക് പിന്നാലെ മറ്റൊന്നുകൂടി ഷേക്സ്പിയർ എഴുതിയിട്ടുണ്ട്. ഗിൽഡഡ് ടോംസ് ഡു വോംസ് ആൻഡ് ഫോൾഡ് എന്നാണ്. പൊന്നണിയിച്ച് വയ്ക്കുന്നതാണെങ്കിലും ശവക്കുഴിയിൽ പുഴുക്കൾ നുരയ്ക്കും എന്നാണ് ആ വാചകം. പൊന്നു വാങ്ങാൻ സ്വന്തം ശവക്കുഴി തോണ്ടുകയാണ് ഇന്ന് സാധാരണക്കാർ. ആ ശവക്കുഴിയിൽ ഒരു പൊന്നും പൊട്ടിമുളയ്ക്കില്ല, പുഴുക്കൾ മാത്രമാണ് ഉണ്ടാവുക. കേരളം ഇന്ന് ശവക്കുഴികൾ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ഗാർഹിക പീഡനത്തിന്റെയും അറ്റ കാരണം പൊന്നു കുറഞ്ഞു പോയതാണ്. ഓരോ വിവാഹം മുടങ്ങലിന്റെയും മൂലകാരണം മോഹിച്ച പൊന്ന് കിട്ടാത്തതാണ്. നോട്ട് മൈ കപ്പ് ഓഫ് ടീ എന്നൊക്കെ പറഞ്ഞ് പയ്യന്മാർ നിസ്സാരമാക്കി കല്യാണാലോചന ഒഴിയുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം: പെൺവീട്ടിൽ നിന്നും ആഗ്രഹിക്കും വിധത്തിലുള്ള കിട്ടപ്പോരൊന്നുമില്ല എന്നതാണ് പരമമായ കാരണം. ഗൾഫിൽ കൊണ്ടുപോയി കൊല്ലാക്കൊല ചെയ്യുന്നതും അടുക്കളയിലിട്ട് ചവിട്ടിക്കൂട്ടുന്നതുമെല്ലാം ആവശ്യത്തിന് പൊന്നു കിട്ടാത്തത് കൊണ്ടാണ്. 100 പവൻ കൊടുത്താലും പിന്നെയും പൊന്നിന് കൈ നീട്ടുന്ന ചെറുപ്പക്കാർ ഇന്നുമുണ്ട് എന്നതാണ് വസ്തുത. ഇടത്തരം കുടുംബങ്ങളുടെ മാത്രമല്ല, മേൽത്തരം കുടുംബങ്ങളുടെയും അസ്ഥിവാരം ഇളക്കുകയാണ് ഇപ്പോഴത്തെ പൊൻവില. അത് കേരളത്തിൽ കല്യാണം കഴിക്കാൻ കാത്തു നിൽക്കുന്നവർക്ക് വേണ്ടിയുള്ള വിലയല്ല, ആഗോള ചൂതാട്ടക്കാർ കെട്ടിപ്പൊക്കിക്കൊണ്ടുവന്നിരിക്കുന്നതാണ്. ആ ചൂതാട്ടക്കാരുടെ ഇരയായി മാറുന്നതോ നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾ. എന്തുകൊണ്ട് ഇപ്പോൾ പവന് 3.25 ലക്ഷം രൂപയായി? 100 വർഷം മുമ്പുള്ള സ്വർണ്ണവിലയുടെ കഥ വിടാം. വെറും 20 വർഷം മുമ്പ് 2005 ഇതേ ദിവസം ഒരു പവന് വില 5,000 തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല. 4,800 രൂപ മാത്രമായിരുന്നു. 2008 സാമ്പത്തിക പ്രതിസന്ധി തുടങ്ങിയപ്പോഴാണ് വില ആദ്യം 10,000-ൽ എത്തിയത്. പിന്നെ 16 വർഷം തികച്ചെടുത്തില്ല പവന് 50,000-ൽ എത്താൻ. അതായത് 5 മടങ്ങ് വില കൂടിയത് വെറും 16 വർഷം കൊണ്ട് മാത്രമാണ്. കൃത്യമായി പറഞ്ഞാൽ 2024 മാർച്ച് 31-ന് പവന് വില 50,200 രൂപയാണ്. അവിടെ നിന്ന് 15 മാസം മാത്രമാണ് എടുത്തത് മറ്റൊരു 25,000 കൂടാൻ. 1/2 ലക്ഷത്തിൽ നിന്ന് 3/4 ലക്ഷത്തിൽ എത്തിയത് വെറും 1.25 വർഷം കൊണ്ടാണ്. ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്നല്ലേ? ഇതിന് ഒറ്റ കാരണമേ ഉള്ളൂ. ലോകം വലിയ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേടിയിലാണ്. പ്രതിസന്ധി എന്നല്ല, വലിയ തകർച്ച തന്നെ ഭയക്കുന്നു എന്നാണ് പറയേണ്ടത്. ഓഹരിയിലും ഭൂമിയിലുമുള്ള നിക്ഷേപങ്ങളൊക്കെ വൻകിടക്കാർ വിറ്റൊഴിയുകയാണ്. അവർ സ്വർണം വാങ്ങി സൂക്ഷിക്കുകയാണ്. എത്ര വിലയിടിഞ്ഞാലും സ്വർണത്തിന് ഒരു നിശ്ചിത മൂല്യം പിന്നീട് കിട്ടുമെന്ന് അവർക്കറിയാം. കള്ളപ്പണവും മറ്റ് കള്ള നിക്ഷേപങ്ങളുമാണ് ഇപ്പോൾ സ്വർണമായി മാറിക്കൊണ്ടിരിക്കുന്നത്. അവർ സ്വർണ്ണക്കട്ടികൾ വാങ്ങി കൂട്ടുന്നത് കൊണ്ടാണ് വില ബഹിരാകാശത്തേക്ക് ഉയരുന്നത്. അവരാരും നാഗപടത്താലിയും ആലിലെ അരഞ്ഞാണവും പുലിനഖമാലയും ഉണ്ടാക്കി അണിയുന്നവരല്ല. അവരെല്ലാം സ്വർണം കട്ടയായി തന്നെ ലോക്കറുകളിൽ സൂക്ഷിക്കുന്നവരാണ്. ഇങ്ങനെ കള്ളപ്പണക്കാർ കൂട്ടിക്കൊണ്ടുവരുന്ന വിലയ്ക്ക് ഇരയാകുന്നവരാണ് ഇന്ത്യയിലെ സാധാരണക്കാർ. ഗതിയില്ലാത്തവന്റെ കുടുംബങ്ങളിലാണ് പെൺകുട്ടികൾ നരകയാതന അനുഭവിക്കുന്നത്. സ്വർണം സത്യത്തിൽ നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്നതാണ് പച്ച പരമാർത്ഥം. സ്വർണം കൊണ്ടുള്ളതിലും ഭംഗിയായി
എത്രയൊക്കെ മാതൃകകളിൽ ആഭരണമുണ്ടാക്കാം. സ്വർണത്തെക്കാൾ ഈട് നിൽക്കുന്ന ആഭരണങ്ങൾ പോലുമുണ്ട്. ലോഹം തന്നെ ആഭരണമുണ്ടാക്കാൻ ആവശ്യമില്ല. അണിഞ്ഞൊരുങ്ങാൻ ആഭരണം വേണ്ടവർക്ക് അത് സ്വീകരിക്കാം. പക്ഷേ അതിന് സ്വർണം തന്നെ വേണമെന്ന നിർബന്ധം ആർക്കാണ്? നാട്ടിലെ സ്വർണ്ണക്കടക്കാർക്കല്ലാതെ ആത്യന്തികമായി മറ്റാർക്കും അതുകൊണ്ട് നേട്ടമില്ല. പണ്ടായിരുന്നെങ്കിൽ ആഭരണമുണ്ടാക്കുന്നവർക്ക് ഈ ജോലി അനിവാര്യമായിരുന്നു. ഇന്ന് ആഭരണങ്ങൾ ഉണ്ടാക്കുന്നത് കൂടുതലും യന്ത്രങ്ങളാണ്. അതുകൊണ്ട് പൊൻപണിക്കാർക്ക് ജോലി പോകും എന്നൊരു പ്രശ്നവും കാര്യമായിട്ടില്ല. വീട്ടിൽ കാശുള്ളവർക്ക് സ്വർണ്ണക്കട്ടികൾ ഒരു നിക്ഷേപമായി വാങ്ങിവെക്കാം. ഭൂസ്വത്തുപോലെ അതും വീതം വെച്ച് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ നൽകാം. അതിനപ്പുറം സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞേ കല്യാണം നടക്കൂ എന്ന സ്ഥിതി മാറണം. അതിന് ആത്യന്തികമായി ചെയ്യാൻ കഴിയുന്നത് സ്വർണ്ണാഭരണങ്ങൾ നിരോധിക്കുക എന്നതാണ്. സത്യത്തിൽ മനുഷ്യ ജീവിതത്തിന് ഒരു ഉപകാരവും ഇല്ലാത്ത ഒന്നുണ്ടെങ്കിൽ അത് സ്വർണ്ണമാണ്. പണ്ടുകാലത്ത് ഉൽപ്പന്നങ്ങളുടെ വില നൽകാൻ ആഗോള നാണയമായി ഉപയോഗിച്ചിരുന്നു എന്നല്ലാതെ സ്വർണം പിന്നീട് ഒരിക്കലും ആർക്കും ഉപകാരപ്പെട്ടിട്ടില്ല. ഡോളറും യൂറോയും ഒക്കെ വന്നതോടെ ആരും സ്വർണത്തിൽ ഇടപാടുകൾ നടത്താറില്ല. കാറുകൾ വന്നപ്പോൾ കുതിരകൾ അപ്രസക്തരായതുപോലെ കാശ് വന്നപ്പോൾ സ്വർണവും അപ്രസക്തമാകേണ്ടതായിരുന്നു. കള്ളപ്പണക്കാരുടെ നിക്ഷേപ മാർഗമായി സ്വർണം മാറിയതോടെയാണ് ആയുസ് നീട്ടിക്കിട്ടിയത്. സത്യമായിട്ട് പറഞ്ഞാൽ കേരളം ഒരു ദുരന്ത മുഖത്ത് വന്നു നിൽക്കുകയാണിപ്പോൾ. ഒരു പവന് 3.25 ലക്ഷം ആയതോടെ വരുന്ന ചിങ്ങത്തിൽ നടക്കേണ്ട എത്ര കല്യാണങ്ങളാണ് മുടങ്ങിയത് എന്നറിയാമോ? നാട്ടിൻപുറങ്ങളിൽ ഒന്ന് അന്വേഷിച്ചാൽ അതിന്റെ സത്യം വ്യക്തമാകും. കല്യാണം നീട്ടിവച്ചു എന്നൊക്കെ കേൾക്കുന്നത് പൊന്നുണ്ടാക്കാനുള്ള സമയം നീട്ടി ചോദിക്കുന്നത് കൊണ്ടാണ്. പണ്ടൊക്കെ ചെറുക്കനും പെണ്ണും കണ്ടിഷ്ടമായാൽ 2-ാം മാസം കല്യാണം നടക്കുമായിരുന്നു. ഇപ്പോഴൊക്കെ 1 വർഷവും 1.5 വർഷവും കഴിഞ്ഞാണ് കല്യാണം. സ്വർണമുണ്ടാക്കാൻ പെൺവീട്ടുകാർക്ക് നൽകുന്ന സാവകാശമാണത്. ഈ സത്യം നാട്ടിലെ പോലീസ് സ്റ്റേഷൻ മുതൽ ആഭ്യന്തര വകുപ്പിന്റെ ആസ്ഥാനത്ത് വരെ അറിയാം. വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർമാർക്ക് മുതൽ സാമൂഹിക ക്ഷേമ വകുപ്പ് മന്ത്രിക്ക് വരെ അറിയാം. എങ്കിലും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. രാജ്യാന്തര ചൂതാട്ടക്കാർ പൊന്നുരുക്കുന്നിടത്ത് കാൽപ്പണത്തിന്റെ കല്ലുവെച്ച മൂക്കുത്തിക്ക് ഒരു കാര്യവും ഉണ്ടാകേണ്ടതല്ല. നിലമുഴുന്നവരെയും തേങ്ങ ഇടുന്നവരെയും പോലും പരോക്ഷമായി ഓഹരി വില ബാധിക്കും എന്ന് പറയാറുണ്ട്. അതുപോലെ അല്ല സ്വർണം. ഗതിയില്ലാത്തവരുടെ ജീവിതത്തെ സ്വർണം ബാധിക്കാൻ പാടില്ലാത്തതാണ്. കല്യാണത്തിൽ നിന്ന് പൊന്നു റദ്ദു ചെയ്യാൻ ഈ സർക്കാരിന് കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും വലിയ സാമൂഹിക ക്ഷേമ വിപ്ലവം. കേരളം അത് ആഗ്രഹിക്കുന്നുണ്ട്, അർഹിക്കുന്നുമുണ്ട്. സ്പോട്ട്ലൈറ്റ് ഇനി മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം. നമസ്കാരം.